നീലേശ്വരം കിണാവൂർ ഇടം ശ്രീ കിരാതേശ്വര ക്ഷേത്രം ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വെള്ളരി കൃഷി വിളവെടുത്തു. കാസർഗോഡ് ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ DL സുമ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച കിണാവൂർ ഇടം ശ്രീ കിരാതേശ്വര ക്ഷേത്രത്തിൽ മാർച്ച് 20 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ബ്രഹ്മകലശ മഹോത്സവത്തിലുള്ള മുന്നൊരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിണാവൂർ വയലിൽ ജൈവിക രീതിയിൽ നടത്തിയ വെള്ളരി കൃഷിയാണ് ആഘോഷപൂർവ്വം വിളവെടുത്തത്. ഉത്സവത്തിലെ അന്നദാനം മുൻനിർത്തി നടത്തിയ കൃഷിയിൽ ഇവർ പ്രതീക്ഷിച്ചതിലും മികച്ച വിളവും ലഭിച്ചു. ഇതിന്റെ അഭിമാനവും സംതൃപ്തിയും ഒത്തുചേർന്ന സന്തോഷ നിമിഷങ്ങളെ സാക്ഷിയാക്കി കാസർഗോഡ് ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ DL സുമ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാലവും കിനാനൂർ പാടശേഖരത്തിൽ നല്ല രീതിയിലുള്ള പച്ചക്കറി കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ പ്രത്യേകിച്ച് വിഷമില്ലാത്ത ഗുണമേന്മയുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ഈ അമ്പലത്തിലെ ഉത്സവത്തിന് ഭക്ഷണം ആക്കുക എന്നുള്ളത് തന്നെ വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള ഒരു പരിശുദ്ധമായ ഒരു ആഘോഷത്തിന് ഇങ്ങനെ സ്വന്തമായി കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ ആ ഒരു പരിശുദ്ധിയും നമ്മുടെ മനസ്സിലെ നന്മയും ആണ് ഇവിടെ വിളിച്ചോതുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. കൃഷിവകുപ്പിൽ നിന്നും വിരമിച്ച അഡീഷണൽ ഡയറക്ടർ R വീണാറാണി അതിഥിയായെത്തി. ചടങ്ങിൽ വാർഡ് മെമ്പർ KP മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. കിനാനൂർ കൃഷി ഓഫീസർ ജിജി, ബളാൽ കൃഷി ഓഫീസർ നിഖിൽ നാരായണൻ, കിനാനൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് രാജൻ കുടിയേരി, ആഘോഷ കമ്മിറ്റി ചെയർമാൻ മണിയറ കുഞ്ഞമ്പു നായർ, കിനാനൂർ പാടശേഖര സമിതി പ്രസിഡന്റ് കുഞ്ഞിരാമൻ, ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ നാരായണൻ നായർ പെരിയ, മുച്ചിലോട്ട് ഭൗതിക ക്ഷേത്രം സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ, കലവറ കമ്മിറ്റി ഭാരവാഹികളായ C കുട്ടികൃഷ്ണൻ, ചന്ദ്രൻ ഇടത്തുരുത്തി, ശ്യാമള കീഴ്മാല, ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ പവിത്രൻ മുടക്കിനി സ്വാഗതവും മാതൃസമിതി പ്രസിഡന്റ് ശ്യാമള വള്ളിയോട്ട് നന്ദിയും പറഞ്ഞു. ഇതോടൊപ്പം കീഴ്മാല പാടശേഖരത്തിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.